ഹായ് ഫ്രണ്ട്സ്, നമ്മൾ പൈത്തണെ പറ്റിയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് പൈത്തൺ എൻക്യാപ്സുലേഷനെ പറ്റിയിട്ടാണ്. അപ്പോൾ സിംപ്ലി എന്താണ് എൻക്യാപ്സുലേഷൻ എന്ന് ചോദിച്ചാൽ ബേസിക് ഡേറ്റ ഹൈഡിങ് ആണ് എൻക്യാപ്സുലേഷൻ. അതായത് ഒരു യൂസറിൽ നിന്ന് അയാൾക്ക് ആവശ്യമുള്ള ഡേറ്റ മാത്രം പ്രസൻറ്റ് ചെയ്യുന്ന ഒരു മെത്തഡോളജി. അപ്പം അതിനായിട്ട് പല കാര്യങ്ങൾ പല മെത്തേഡ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പൈത്തൺ. നമുക്ക് അതിനെക്കുറിച്ച് പഠിക്കാം. അതിനു മുന്നേ നിങ്ങൾ ഓൾറെഡി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് കമൻറ്റ്, അതേപോലെ നോട്ടിഫിക്കേഷൻസിനായിട്ട് നിങ്ങൾ ആ ബെല്ലൈക്കനെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇനി നമ്മുടെ പൈത്തണിൽ ഈ എൻകാപ്സുലേഷൻ എന്ന് പറയുന്ന പ്രോപ്പർട്ടി അച്ചീവ് ചെയ്യാൻ, അല്ലെ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രിൻസിപ്പിൾ അച്ചീവ് ചെയ്യാൻ രണ്ട് മെത്തേഡ്സ് യൂസ് ചെയ്യാം. ആ ഒന്നെന്ന് പറയുന്നത് ആക്സസ് മോഡിഫയേഴ്സും രണ്ടാമത്തെ എന്ന് പറയുന്നത് പ്രോപ്പർട്ടീസിൻ്റെ ഇംപ്ലിമെൻറ്റേഷനുമാണ്. അപ്പം ആക്സസ് മോഡിഫയേഴ്സ് എന്ന് പറയുന്നത് ഇപ്പം ഒരു യൂസറിന് ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ക്ലാസ്സിനുള്ളിൽ ഒരു പെർട്ടിക്കുലർ ഫംഗ്ഷനകത്ത് എന്ത് ആക്സസ് കൊടുക്കണം, ഈ ആക്സസിൻ്റെ കൺട്രോള് നമുക്ക് ഈ ആക്സസ് മോഡിഫയേഴ്സ് യൂസ് ചെയ്ത് ഇംപ്ലിമെൻ്റ് ചെയ്യും. ബേസിക്കലി 3 തരത്തിലാണ് ആക്സസ് മോഡിഫയേഴ്സ് ഉള്ളത്. ഒന്നെന്ന് പറയുന്നത് പബ്ലിക്, പ്രൈവറ്റ് ആൻഡ് പ്രൊട്ടക്റ്റഡ്. പബ്ലിക് ആക്സസ് എന്ന് പറയുന്നത് മോസ്റ്റ് പ്രോബ്ലി എല്ലാവർക്കും ത്രൂ ഔട്ട് ആ യൂസേഴ്സിനെല്ലാം പബ്ലിക് ആക്സസ് മോഡിഫയേഴ്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആ ഫംഗ്ഷനോ വേരിയബിളോ ആക്സസ് ചെയ്യാൻ കഴിയും. അതേസമയം പ്രൈവറ്റ് ആണെങ്കിൽ ആ ക്ലാസ്സിനുള്ളിൽ ഉള്ള ആളുകൾക്ക് മാത്രം, അല്ലെങ്കിൽ ആ ക്ലാസ് യൂസ് ചെയ്യുമ്പോൾ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുന്ന പ്രൈവറ്റ് ആക്സസ് മോഡിഫയേഴ്സ് കൊടുത്തിട്ടുള്ള ഫംഗ്ഷൻസും വേരിയബിൾസും യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി ഇൻ കേസ് ഓഫ് പ്രൊട്ടക്റ്റഡ് ആണെങ്കിൽ ആ കംപ്ലീറ്റ് പാക്കേജ്, ഈ ക്ലാസ് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ആക്സസ് ചെയ്യുന്ന എല്ലാ പാക്കേജുകളിലും നമുക്ക് വേണമെങ്കിൽ പ്രൊട്ടക്റ്റഡ് വേരിയബിൾസിനെയോ പ്രൊട്ടക്റ്റഡ് ഫംഗ്ഷൻസിനെയോ ആക്സസ് ചെയ്യാം. പൈത്തണിനകത്ത് സ്പെസിഫിക് ആയിട്ട് കീവേഡ്സോ മറ്റോ യൂസ് ചെയ്യുന്നില്ല പ്രൈവറ്റ്, പബ്ലിക്, പ്രൊട്ടക്റ്റഡ് ആക്സസ് മോഡിഫയേഴ്സിനായിട്ട്. അതേപോലെ തന്നെ എല്ലാ ക്ലാസ്സിൽ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്ന എല്ലാ ഫംഗ്ഷൻസും പബ്ലിക് ആയിരിക്കും, വേരിയബിൾസും പബ്ലിക് ആയിരിക്കും. അൺലെസ് നമ്മൾ പ്രൈവറ്റോ പ്രൊട്ടക്റ്റഡോ ആക്കില്ല എന്നുണ്ട്. അതേപോലെ മറ്റൊരു കൺസെപ്റ്റ് പ്രോപ്പർട്ടീസ് ആണ്. പ്രോപ്പർട്ടീസിൻ്റെ ഇംപ്ലിമെൻറ്റേഷന് ഞാൻ പറഞ്ഞുതരാം എങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാം ഒരു ഡേറ്റയുടെ ഇൻജക്ഷൻ അല്ലെ ഡേറ്റ ആഡ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ അതിനായി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ജൂപ്പിറ്റർ നോട്ട്ബുക്ക് എടുക്കാം. ഞാൻ ഓൾറെഡി ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ആക്സസ് മോഡിഫയേഴ്സ് ഓൾറെഡി ഞാൻ ഇതിന് മുന്നത്തെ സെക്ഷനിൽ പറഞ്ഞിരുന്നു, എങ്കിലും നമുക്ക് അതിനെക്കുറിച്ച് ഒന്ന് നോക്കിയേക്കാം. ആക്സസ് മോഡിഫയേഴ്സ് ജസ്റ്റ് മാർക്ക് ഡൗൺ ആഡ് ചെയ്യുന്നു, റൺ. അപ്പോൾ ആക്സസ് മോഡിഫയേഴ്സിൻ്റെ എക്സ്പ്ലനേഷൻ ആയിട്ട് ഞാൻ ജസ്റ്റ് ഒരു ക്ലാസ് ഡിഫൈൻ ചെയ്യുകയാണ്, ക്ലാസ് എ. അപ്പോൾ ഈ ക്ലാസ്സിനകത്ത് ഞാനൊരു വേരിയബിൾ ഇനിറ്റ് ചെയ്യുന്ന ഇനിറ്റ് സെൽഫ്. ഓക്കെ, അത് ഞാൻ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്ന സെൽഫ് ഡോട്ട് എ ഈക്വൽ ടു 1, self dot b equal to 2, self dot c equal to 3. ഓക്കെ, ഇനി എന്ത് ചെയ്യുന്നു, ഞാൻ ഈ ക്ലാസ്സിനെ ക്ലാസ് എക്ക് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന എന്ത് ചെയ്യാം, എനിക്ക് ജസ്റ്റ് പ്രിൻ്റ് ചെയ്യാം, പ്രിൻ്റ് എ ഡോട്ട് എ. ഓക്കെ, ജസ്റ്റ് റൺ ചെയ്യാം. നമുക്ക് 1 വന്നു, എ ഡോട്ട് ബി ആൻഡ് എ ഡോട്ട് സി പ്രിൻ്റ് ചെയ്തല്ലോ. 1 2 2 എ ഡോട്ട് സി അല്ല പ്രിൻ്റ് ചെയ്തത് എ ഡോട്ട് സി. അപ്പോൾ ഇത്രയും വേരിയബിൾസ് നമ്മൾ ആ ക്ലാസ്സിന് ഇനിഷ്യലൈസ് ചെയ്ത എയും ബിയും സിയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, പുറത്തുനിന്ന് ആക്സസ് ചെയ്യാൻ പറ്റി. ഇനി ഞാൻ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ക്ലാസ്സിനെ ഇത് ഞാൻ പബ്ലിക്കായിട്ട് കീപ്പ് ചെയ്യുന്ന, എന്ത് ഡിക്ലെയർ ചെയ്താലും പബ്ലിക്കാണെന്ന് ഞാൻ പറഞ്ഞ് ഇതിനെ ഞാൻ പ്രൊട്ടക്റ്റഡ് ആക്കാൻ പോവുകയാണ്. പ്രൊട്ടക്റ്റഡ് ആക്കേണ്ട എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് സിംപ്ലി നിങ്ങൾ എന്ത് ചെയ്താൽ മതി, വേരിയബിളിന് തൊട്ട് മുന്നിൽ ഒരു സിംഗിൾ അണ്ടർസ്കോർ ആഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ എന്ത് വേണം, സിംഗിൾ അണ്ടർസ്കോർ. ഇതിനെ ഞാൻ പ്രൈവറ്റ് ആക്കാൻ പോവുകയാണ്. പ്രൈവറ്റ് ആക്കണമെങ്കിൽ ഒരു വേരിയബിൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഡബിൾ അണ്ടർസ്കോർ ആഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ സി ഡബിൾ അണ്ടർസ്കോർ വെച്ച് ആക്സസ് ചെയ്യണം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് റൺ ചെയ്ത് നോക്കാം. എന്തിനാണ് എറർ വന്നേക്കുന്നത്, എ ഒബ്ജക്റ്റ് ഹാസ് നോ ആട്രിബ്യൂട്ട് അണ്ടർസ്കോർ സി. ബട്ട് ആക്ച്വലി നമ്മളിവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് 3 എന്നൊരു വാല്യൂ. ഇവിടെ നമുക്ക് ആക്സസബിൾ അല്ല. ഓക്കെ, അപ്പം ഞാൻ എന്ത് ചെയ്ത്, ഞാൻ അത് റിമൂവ് ചെയ്യാം. മറ്റ് രണ്ടും വർക്ക് ചെയ്യുന്നു നോക്കാം. മറ്റ് രണ്ട് ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് പബ്ലിക് പ്രൊട്ടക്റ്റഡും നമുക്ക് പുറത്തുനിന്ന് ആക്സസബിൾ ആണ്, സെയിം പാക്കേജിലാണ് നമ്മൾ എപ്പോഴും നിൽക്കുന്നത്. അതുകൊണ്ട് പ്രൊട്ടക്റ്റഡ് വേരിയബിളും പബ്ലിക് വേരിയബിളും ആക്സസബിൾ ആണ്. ബട്ട് ഇൻ കേസ് ഓഫ് പ്രൈവറ്റ് വേരിയബിൾ നമുക്ക് ഈ ക്ലാസ്സിനുള്ളിൽ മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റൂ. ഒരു പ്രൂഫിനായിട്ട് ഞാൻ എന്ത് ചെയ്യാം,
ഞാൻ ഡിസ്പ്ലേ എന്നൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം, സെൽഫ്. എന്നിട്ട് എന്ത് ചെയ്യാം, ഈ സി എന്നുള്ളത് പ്രിന്റ് ചെയ്യാം. ഡിസ്പ്ലേ ഫംഗ്ഷൻ ഇപ്പോൾ എന്താണ്, ഒരു പബ്ലിക് ഫംഗ്ഷനാണ്. എന്ത് പ്രിന്റ് ചെയ്യും, ഞാൻ സെൽഫ് ഡോട്ട് സി എന്നുള്ളത് പ്രിന്റ് ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ഡിസ്പ്ലേ എന്നുള്ള ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു, എ ഡോട്ട് ഡിസ്പ്ലേ. കോൾ ചെയ്യാമല്ലോ, കാരണം പബ്ലിക് ഫംഗ്ഷൻ അല്ലേ. റൺ ചെയ്യുന്നു, സെൽ ഡിസ്പ്ലേ വാലിഡ് സിൻടാക്സ് സോറി കോളൻ, റൺ ചെയ്യുന്നു. 3 പ്രിന്റ് ആയിട്ടുണ്ട്. അതായത് ക്ലാസ്സിന് ഇൻസൈഡിൽ നിന്ന് ഈ പ്രൈവറ്റ് വേരിയബിൾ ആക്സസിബിൾ ആണ്, ബട്ട് ഔട്ട്സൈഡ് ഓഫ് ക്ലാസ് ആ പ്രൈവറ്റ് വേരിയബിൾ നമുക്ക് ആക്സസ് ചെയ്യാൻ കഴിയുകയില്ല. അത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ അതാണ് പ്രൈവറ്റ് വേരിയബിൾസ് എന്ന് പറയുന്നത്. ആ ക്ലാസ്സിനുള്ളിൽ മാത്രമായിരിക്കും അതിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത്. പുറത്തുനിന്ന് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല. അതേസമയം ഒരു പ്രൊട്ടക്റ്റഡ് വേരിയബിൾ ആണെങ്കിൽ പാക്കേജിനുള്ളിലും എവിടെയും ആ ക്ലാസ്സിൻ്റെ പാക്കേജ് എവിടെയെല്ലാം ഉണ്ടോ ആ ക്ലാസ് യൂസ് ചെയ്തിരിക്കുന്ന അവിടെ എല്ലാം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. ഇൻ കേസ് ഓഫ് പബ്ലിക് നമുക്ക് പുറത്തുനിന്ന് എങ്ങനെ വേണമെങ്കിലും ആക്സസ് ചെയ്യാം, പബ്ലിക് ആയിട്ടുള്ള ആക്സസ് മോഡിഫയർ. ഇനി ഇതേ കേസ് ഞാൻ ഇപ്പോൾ വീണ്ടും ഡിസ്പ്ലേ എന്നുള്ള ഫംഗ്ഷനെ എന്ത് ചെയ്യണം, എനിക്ക് പ്രൊട്ടക്റ്റഡ് ആക്കണമെങ്കിൽ അണ്ടർസ്കോർ ഡിസ്പ്ലേ എന്ന് കൊടുത്താൽ മതി. റൺ ചെയ്യാൻ ജസ്റ്റ്. അഗെയിൻ ഇതിനെ പ്രൈവറ്റ് ആക്കണമെങ്കിലോ ഡബിൾ അണ്ടർസ്കോർ കൊടുക്കുക. ഡബിൾ അണ്ടർസ്കോർ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് സെയിം എറർ, ഒബ്ജക്ട് ഹാസ് നോ ആട്രിബ്യൂട്ട് അണ്ടർസ്കോർ ആഡ് ചെയ്യണം. നോ ആട്രിബ്യൂട്ട് അണ്ടർസ്കോർ ഡിസ്പ്ലേ. സോ ഇവിടുത്തെ കേസിൽ എന്ത് സംഭവിച്ചു, പ്രൈവറ്റ് ആയി. ഈ മെത്തേഡ് പ്രൈവറ്റ് ആയപ്പോഴത്തേക്ക് പുറത്തുനിന്ന് ഒരു യൂസറിന് അത് ആക്സസ് ചെയ്യാൻ പറ്റാതെ. ഇതാണ് ആക്സസ് കൺട്രോൾ എന്ന് പറയുന്നത്. എങ്ങനെയാണ് നമ്മൾ അച്ചീവ് ചെയ്യുന്നത്, ആക്സസ് മോഡിഫയേഴ്സ് യൂസ് ചെയ്ത്. അത് ആക്സസ് മോഡിഫയേഴ്സിനായിട്ട് എന്ത് യൂസ് ചെയ്യാം, പ്രൈവറ്റ്, പബ്ലിക്, പ്രൊട്ടക്റ്റഡ് മെത്തേഡ്സ്. എങ്ങനെ മെത്തേഡ്സ് ഓർ വേരിയബിൾസ്, ഈ വേരിയബിൾസും ഫംഗ്ഷൻസും ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ സ്പെസിഫിക് ആയിട്ട് കീവേഡ്സ് ഒന്നും യൂസ് ചെയ്യേണ്ട, പകരം എന്ത് ചെയ്താൽ മതി, അണ്ടർസ്കോർ യൂസ് ചെയ്ത് നമുക്ക് ഒന്നെങ്കിൽ ഒരു വേരിയബിൾ പ്രൊട്ടക്റ്റഡ് ആക്കാം അല്ലെങ്കിൽ പ്രൈവറ്റ് ആക്കാം. ഡബിൾ അണ്ടർസ്കോർ ആണെങ്കിൽ അത് പ്രൈവറ്റ് ആവും, സിംഗിൾ അണ്ടർസ്കോർ ആണെങ്കിൽ പ്രൊട്ടക്റ്റഡ് ആവും. ഇൻ കേസ് നമ്മളൊന്നും കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതൊരു പബ്ലിക് വേരിയബിൾ ആയിട്ട് തന്നെ ആവും, ഡിക്ലെയർ ആവും. ഓക്കെ, അതേപോലെ ഫംഗ്ഷൻസിൻ്റെ കേസിൽ ഇത് തന്നെയാണ്, സെയിം തന്നെ. പ്രൈവറ്റ് ആകണമെങ്കിൽ ഡബിൾ അണ്ടർസ്കോർ, സിംഗിൾ അണ്ടർസ്കോർ ഫോർ പ്രൊട്ടക്റ്റഡ്. പിന്നെ സിമ്പിളായിട്ട് ഒരു ഫംഗ്ഷൻ നെയിം ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ അത് പബ്ലിക് ആയിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് ആക്സസ് മോഡിഫയേഴ്സിനകത്ത് എനിക്ക് പറയാനുള്ളത്. ഇത് ജസ്റ്റ് റിമൂവ് ചെയ്യാം, റൺ ചെയ്യാം. നൗ നെക്സ്റ്റ് കൺസെപ്റ്റ് എന്ന് പറയുന്നത് പ്രോപ്പർട്ടീസ് ആണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് ഒരു സിമ്പിൾ കേസ് പറയുന്നത്, ഒരു പേഴ്സൺ എന്ന് പറയുന്ന ക്ലാസ്. ഈ ക്ലാസ്സിൽ ഏജ് എന്ന് പറയുന്ന ഒരു റെസ്ട്രിക്ഷൻ ഉണ്ടെന്നിരിക്കട്ടെ. ഇപ്പം നെയിമും ഏജ് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ക്ലാസ്. ഞാൻ ജസ്റ്റ് ആ ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം, ക്ലാസ് പേഴ്സൺ. ഓക്കെ, ക്ലാസ് പേഴ്സണകത്ത് എന്ത് അക്സെപ്റ്റ് ചെയ്യും, ഒരു ഇനിറ്റ് മെത്തേഡ് ഉണ്ട്. ഇനിറ്റ് മെത്തേഡിനകത്ത് നിങ്ങൾക്ക് എന്തൊക്കെ അക്സെപ്റ്റ് ചെയ്യാം, നെയിമും ഏജും. ഓക്കെ, 2 വേരിയബിൾസ് അക്സെപ്റ്റ് ചെയ്യും. ഇനി ഇതെന്ത് ചെയ്യും, ഞാൻ സെൽഫ് ഡോട്ട് നെയിമിലോട്ട് അസൈൻ ചെയ്യുന്നു. അതേപോലെ തന്നെ സെൽഫ് ഡോട്ട് ഏജ് എന്ന് പറയുന്നത് ഏജിലോട്ട് അസൈൻ ചെയ്യുന്നു. 2 വേരിയബിൾസ് വാല്യൂസ്. ഇനി എന്ത് ചെയ്യാൻ എനിക്ക് വേണമെങ്കിൽ ഇത് ജസ്റ്റ് നമുക്ക് പ്രിന്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഞാൻ പേഴ്സൺ എന്ന് പറയുന്നതിന് ഒരു ഇത് ക്രിയേറ്റ് ചെയ്യുന്ന, അതിനകത്ത് ഒരു നെയിം പാസ് ചെയ്യുന്ന. നെയിം എന്ത് പാസ് ചെയ്യാം, നെയിം ഈക്വൽ ടു അനീഷ് എന്ന് പാസ് ചെയ്യുന്ന. സെക്കൻഡ് ഏജ് ഈക്വൽ ടു നമുക്ക് ഇൻറ്റിജർ വാല്യൂ യൂസ് ചെയ്യാം. ഏജ് എന്ന് പറയുന്നത് ഞാൻ ഒരു 101 കൊടുക്കുന്നു. ഓക്കെ, ടെസ്റ്റിങ്ങിനായിട്ട് 101 കൊടുക്കുന്നു. അപ്പം നമ്മുടെ ഈ ക്ലാസ്സിന് ഒരു ഏജ് റെസ്ട്രിക്ഷൻ ഉണ്ട്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 15 to 55 വരെ അല്ലെ 60 വരെയുള്ള ഏജ് റേഞ്ച് മാത്രമേ എടുക്കത്തുള്ളൂ എന്നിരിക്കട്ടെ ഏജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മൾ വെക്കുന്ന റെസ്ട്രിക്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഈ ക്ലാസ് ഇതുവരെ അക്സെപ്റ്റ് ചെയ്യാവുള്ള ഏജ്. ഇപ്പം ഇൻ കേസ് ഒരു യൂസർ 101 എന്നൊരു ഏജ് കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പം ഞാനിവിടെ പ്രിന്റ് ചെയ്യാന്നിരിക്കട്ടെ. പ്രിന്റ് നെയിം എന്ന് പറയുന്നത് നെയിം പ്രിന്റ് ചെയ്യണം. എന്നിട്ട് പി ഡോട്ട് നെയിം യൂസ് ചെയ്യാമല്ലോ എനിക്ക്. അതേപോലെ തന്നെ ഏജ് പ്രിന്റ് ചെയ്യണമെങ്കിലോ, ഏജ് പ്രിന്റ് ചെയ്യുന്നതും സെയിം സിമിലർ, ജസ്റ്റ് പി ഡോട്ട് ഏജ് എന്നുള്ളത് പ്രിന്റ് ചെയ്യാം. ആക്സസിബിൾ ആണല്ലോ, പബ്ലിക് വേരിയബിൾസ് ആണ് അത്. എന്നിട്ട് നമുക്ക് റൺ ചെയ്ത് നോക്കാം. പേഴ്സൺ ടേക്സ് നോ ആർഗ്യുമെന്റ്സ്. സോറി, ഇനിറ്റ് ഫംഗ്ഷൻ നമ്മൾ പ്രോപ്പറായിട്ടല്ല ഡിഫൈൻ ചെയ്തിരുന്നത്. നൗ നെയിം എന്ന് പറയുന്നത് അനീഷ്, ഏജ് എന്ന് പറയുന്നത് 101 എന്ന് കൊടുത്തിരിക്കുന്നു. അപ്പം നമ്മുടെ റെസ്ട്രിക്ഷൻ ഇവിടെ അപ്ലൈ ആയിട്ടില്ല. ഇനി ഇൻ കേസ് ഏജിനകത്ത് നിങ്ങൾക്കൊരു റെസ്ട്രിക്ഷൻ അപ്ലൈ ചെയ്യണം. ഈ യൂസർ എന്ത് കൊടുത്താലും അത് നിങ്ങൾ ഇപ്പം 101 ആണെങ്കിൽ മാക്സിമം 60ക്ക് എബോവ് ആണ് കൊടുക്കുന്നതെങ്കിൽ അത് 60യിലോട്ട് കൊണ്ടുവരണം. അല്ലെങ്കിൽ
15-ന് താഴെയാണെങ്കിൽ അത് 15-ൽ എത്തിക്കണം. ഇങ്ങനൊരു റെസ്ട്രിക്ഷൻ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് യൂസ് ചെയ്യാം? നിങ്ങൾക്ക് പ്രോപ്പർട്ടീസ് യൂസ് ചെയ്യാം. പ്രോപ്പർട്ടീസ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്, പ്രോപ്പർട്ടീസിന് 2 കാര്യങ്ങൾ വേണം. ഒന്ന്, പ്രോപ്പർട്ടി എന്നുള്ള ഡെക്കറേറ്റർ യൂസ് ചെയ്യണം. ഡെക്കറേറ്റർ യൂസ് ചെയ്ത് നമ്മൾ ആ പ്രോപ്പർട്ടി ഡിഫൈൻ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് പ്രോപ്പർട്ടി സെറ്റർ മെത്തേഡ് ഉണ്ട്. 2 മെത്തേഡ്സ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പം ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഞാനൊരു പ്രോപ്പർട്ടി ഡെക്കറേറ്റർ എങ്ങനെ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ, പ്രോപ്പർട്ടി യൂസ് ചെയ്യുക, അറ്റ് പ്രോപ്പർട്ടി എന്നൊരു ഡെക്കറേറ്റർ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതിനുശേഷം എന്ത് ചെയ്താൽ മതി? ഡിഫൈൻ ഏജ്, സെയിം വേരിയബിൾ നെയിം വെച്ചിട്ട് ഞാനൊരു മെത്തേഡ് ഡിഫൈൻ ചെയ്യുന്നു. ഇത് റിട്ടേൺ ചെയ്യുന്ന എന്താണ്? സെൽഫ് ഡോട്ട് ഒരു പ്രൈവറ്റ് ഏജ് എന്ന് പറയുന്ന വേരിയബിൾ. ഓക്കെ, ഈ വേരിയബിൾ ക്ലാസ്സിനകത്ത് ഒരു പ്രൈവറ്റ് വേരിയബിൾ ഏജ് എന്നുള്ളത്. ഇനി സെക്കൻഡ് പ്രോപ്പർട്ടി നമ്മൾ ഡിഫൈൻ ചെയ്ത് ഇനി എന്താണ് വേണ്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഏജ് എന്നുള്ള പ്രോപ്പർട്ടിക്ക് ഒരു സെറ്റർ മെത്തേഡ് വേണം. അതിന് ഒരു ഡെക്കറേറ്റർ യൂസ് ചെയ്യണം. ഡെക്കറേറ്റർ യൂസ് ചെയ്യുമ്പം ഏജ് എന്നുള്ളത് നമ്മൾ എന്താണ്, ഏജ് എന്നുള്ള ഈ പ്രോപ്പർട്ടിക്ക് ഏജ് പ്രോപ്പർട്ടിയാണ്, ആ പ്രോപ്പർട്ടിയുടെ സെറ്റർ മെത്തേഡ്. ഓക്കെ, അത് പറഞ്ഞു കൊടുക്കണം. എന്നിട്ട് എന്ത് ചെയ്യാം? നമുക്ക് ഏജ് എന്നുള്ള ഒരു സെറ്റർ മെത്തേഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. സെറ്റർ മെത്തേഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഏജ് എന്നുള്ള വേരിയബിൾ പാസ് ചെയ്യും. പാസ് ചെയ്തിട്ട് ഇവിടെ വരുന്ന വാല്യൂ ഇതിനകത്ത് എത്തും. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ റെസ്ട്രിക്ഷൻ എന്താണ്? ഇഫ് ഏജ് ലെസ് ദാൻ 15, ഏജ് ലെസ് ദാൻ 15 ആണെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ സെൽഫ് എന്ന് പറയുന്നത് ഇവിടെ റിട്ടേൺ ചെയ്യുന്നത് എന്താണ്? ഒരു പ്രൈവറ്റ് വേരിയബിൾ ആണ് ഏജ് എന്ന് പറയുന്നത് റിട്ടേൺ ചെയ്യുന്നത്. അന്നേരം ആ പ്രൈവറ്റ് വേരിയബിളിനകത്തോട്ട് നമ്മൾ എന്ത് സെറ്റ് ചെയ്യും? ഈക്വൽ ടു 15. ലെസ് ദാൻ 15 ആണെങ്കിൽ ഇങ്ങനെ. എൽസ് ഇഫ് ഏജ് ഗ്രേറ്റർ ദാൻ 60, 60യുടെ കേസിലാണെങ്കിൽ എന്ത് റിട്ടേൺ ചെയ്യണം? സെൽഫ്, ഇവിടെ ഒരു എസ് അധികം വന്നു, സോറി, എന്ന് പറയുന്നത് എന്ത് റിട്ടേൺ ചെയ്യണം? 60. ലിമിറ്റ് സെറ്റ് ചെയ്തിരിക്കുമല്ലേ. ഇതൊന്നും അല്ലെങ്കിലോ, എൽസ് കണ്ടീഷൻ ആണെങ്കിലോ ഇങ്ങനെയല്ല, സെയിം ഇതിന് ഇൻ ബിറ്റ്വീൻ ആണെന്നുള്ള മീനിങ്. അങ്ങനെ ഉണ്ടെങ്കിൽ എന്ത് റിട്ടേൺ ചെയ്താൽ മതി? ആ സെയിം ഏജ് തന്നെ റിട്ടേൺ ചെയ്താൽ മതി, വേറെ പ്രോബ്ലം ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആ കൺട്രോൾ എഴുതി വെച്ചു. അപ്പോൾ എന്താണ് നമ്മൾ ചെയ്തത്? ഒരു പ്രോപ്പർട്ടി ഡിഫൈൻ ചെയ്ത് ആ പ്രോപ്പർട്ടിക്ക് ഒരു സെറ്റർ മെത്തേഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇനി എന്ത് ചെയ്യാം? നമുക്കിത് ജസ്റ്റ് വീണ്ടും റൺ ചെയ്ത് നോക്കാം. സി നൗ ഇറ്റ്സ് 60. അപ്പോൾ നമ്മളൊരു ഏജ് എന്ന് പറയുന്നത് 55 ആണ് കൊടുക്കുന്നതെങ്കിലോ, ഇറ്റ്സ് പ്രിന്റിങ് 55. ഇനി ലെസ് ദാൻ 15 ആണെങ്കിലോ ഒരു 10 കൊടുക്കുകയാണ്, അപ്പം 15. സോ ഇപ്പോൾ എന്ത് കിട്ടി? ഒരു കൺട്രോൾ ഉണ്ട്. ഏജ് യൂസർ എന്ത് സപ്ലൈ ചെയ്താലും ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത്, ഈ പ്രോപ്പർട്ടി എന്തായിട്ട് ചേഞ്ച് ചെയ്യും? ആ പ്രോപ്പർ നമ്മൾ പറഞ്ഞിരിക്കുന്ന റെസ്ട്രിക്ഷനിലോട്ട് അതിനെ ചേഞ്ച് ചെയ്തെടുക്കും. അപ്പോൾ ഇങ്ങനെ ഈ ഇംപ്ലിമെൻറ്റേഷനും ഡേറ്റ ഹൈഡിങ് ആണ്. അപ്പം ഈ യൂസറിന് അറിയാൻ പറ്റത്തില്ല, ഈവൻ ഇൻ കേസ് അദ്ദേഹം മറ്റേ ചെറിയ ഏജ് ആണെങ്കിലോ അല്ലെ അതൊരു ഏജ് കൊടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഏജിൻ്റെ കേസിൽ ഇത് ആപ്ലിക്കബിൾ അല്ല, ഞാൻ ജസ്റ്റ് എക്സാമ്പിളിന് വേണ്ടി നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണ് റെസ്ട്രിക്ഷൻ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത്. അപ്പം ഇങ്ങനെ നമുക്ക് പ്രോപ്പർട്ടീസ് യൂസ് ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും? എൻക്യാപ്സുലേഷൻ അല്ലെ ഡേറ്റ ഹൈഡിങ് എന്നുള്ള പ്രോപ്പർട്ടി അല്ലെ കൺസെപ്റ്റ് അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആദ്യത്തെ മനസ്സിലായല്ലോ, ആക്സസ് മോഡിഫയേഴ്സ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ എന്ത് യൂസ് ചെയ്യാം? പ്രോപ്പർട്ടീസ് യൂസ് ചെയ്ത് നമുക്ക് പൈത്തണിനകത്ത് എൻക്യാപ്സുലേഷൻ അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എന്തൊക്കെയായിരുന്നു നമ്മൾ പഠിച്ച? ആക്സസ് മോഡിഫയേഴ്സ് ആൻഡ് ദെൻ പ്രോപ്പർട്ടീസിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ ജസ്റ്റ് ആ കമൻറ്റ് സെക്ഷനിൽ ആഡ് ചെയ്യുക, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ ശ്രമിക്കാം. ഇനിയും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാനേ ശ്രമിക്കാം. ഓക്കെ, ഇതുവരെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. ഞാൻ ഇനിയും വീഡിയോസ് ആഡ് ചെയ്യും, പൈത്തണിനെ പറ്റിയിട്ടും മറ്റു ടെക്നോളജീസിനെ പറ്റിയിട്ടും. അതേപോലെ തന്നെ നോട്ടിഫിക്കേഷൻസ് കിട്ടാനായിട്ട് ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കമൻറ്റ് സെക്ഷനിൽ ആഡ് ചെയ്യുക, ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വൺ ആൻഡ് ബൈ ബൈ, സി യു.